وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنا فتحنا لك فتحا مبينا. മുസ്ലിം സഹോദരങ്ങളെ, സഹോദരികളെ, സർവശക്തനായ അല്ലാഹുവിന്റെ വിധി വിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും എത്തിച്ചുകൊണ്ട് യഥാർത്ഥ വിശ്വാസികളും വിശ്വസനികളുമായി ജീവിക്കണമേ എന്നാണ് എന്നോടെന്ന പോലെ നിങ്ങളോടും ഉപദേശിക്കുന്നു. മനുഷ്യരിൽ ഇഹലോകത്ത് ജീവിക്കുമ്പോൾ മനുഷ്യർക്ക് ഒരുപാട് ദുഷിച്ച സ്വഭാവങ്ങളും നല്ല സ്വഭാവങ്ങളും ഒക്കെ ഉണ്ടാകാറുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് മനുഷ്യന്മാർ പരസ്പരം തർക്കത്തിൽ ഏർപ്പെടുക എന്ന് പറയുന്നത്. ഈ തർക്കങ്ങള് സംഘർഷങ്ങളായി മാറുന്നു, പരസ്പരമുള്ള ഏറ്റുമുട്ടലുകളായി മാറുന്നു. ഇങ്ങനെ പല രൂപത്തിലും പല ശൈലിയിലുമൊക്കെ ഈ സംഘർഷങ്ങളും ഏറ്റുമുട്ടലുകളും ഒക്കെ മാറിപ്പോകാറുണ്ട്. വ്യക്തികൾ തമ്മിൽ സംഘർഷങ്ങൾ ഉണ്ടാകാറുണ്ട്, കുടുംബങ്ങൾ തമ്മിൽ സംഘർഷങ്ങൾ ഉണ്ടാകാറുണ്ട്, രാജ്യങ്ങൾ തമ്മിൽ സംഘർഷങ്ങൾ ഉണ്ടാകാറുണ്ട്. ഇത് സ്വാഭാവികമാണ്. മനുഷ്യരാകുമ്പോൾ അത്തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും. ഓരോരുത്തരും അവരവരുടെ അഭിപ്രായത്തിലും അവരവരുടേതായ വാദഗതികളും ഉന്നയിച്ച് അതിൽ തന്നെ നിലനിൽക്കും. ലോകരാഷ്ട്രങ്ങൾക്കിടയിലും അങ്ങനെ തന്നെയാണ്. വലിയ യുദ്ധങ്ങൾ ഉണ്ടാകാറുണ്ട്, ഒരുപാട് ആളുകൾ മരിച്ചു വീണ യുദ്ധങ്ങൾ ഉണ്ടാകാറുണ്ട്, ഒരുപാട് നിരപരാധികളായ ആളുകൾ ഒന്നും അറിയാതെ മരിക്കുന്ന യുദ്ധങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. അവസാനം അതിന് ഒരു പരിഹാരം എന്ന നിലക്ക് ചില സുൽഹുകൾ നടക്കാറുണ്ട്. എടുത്ത് നമ്മൾ കണ്ടു, ഒരുപാട് നിരപരാധികളെ കൊന്നതിന് ശേഷം പല സമ്മർദ്ദങ്ങളുടെയും പല ചർച്ചകളുടെയും ഒക്കെ അടിസ്ഥാനത്തിൽ വെടിനിർത്തൽ കരാറുകൾ, അങ്ങനെ പരസ്പരം ബന്ദികളെ കൈമാറുന്ന കരാറുകൾ, ഇതൊക്കെ നമ്മൾ പല യുദ്ധങ്ങളിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഘട്ടമെത്തുമ്പോൾ സുൽഹുകൾ ഉണ്ടാകും. ഈ സുൽഹ് എന്ന് പറയുന്നത് ഇസ്ലാം വളരെ പ്രാധാന്യത്തോടു കൂടി പഠിപ്പിച്ചൊരു സംഗതിയാണ്. അത് രാഷ്ട്രങ്ങൾക്കിടയിൽ മാത്രമല്ല, കുടുംബങ്ങൾക്കിടയിൽ മാത്രമല്ല, വ്യക്തികൾക്കിടയിലും ഇത്തരത്തിലുള്ള തർക്കങ്ങൾ ഉണ്ടാകാറുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ അത്തരം തർക്കങ്ങൾക്കൊന്നും പരിഹരിക്കാനോ അതൊന്നും സുലഹിലേക്ക് എത്തിക്കാനോ ആളുകൾക്ക് താല്പര്യമില്ല.
ഏറ്റവും നല്ല സുഹൃത്തുക്കളായ രണ്ടാളുകൾ അവരെന്തോ ചില വിഷയത്തിന് ചിലപ്പോൾ ചില ധാരണ പിശകാകാം, ചിലപ്പോൾ ചില വാക്കുകളാകാം, ചിലപ്പോൾ ചില പ്രയോഗങ്ങളാകാം. അങ്ങനെ തെറ്റുന്ന വ്യക്തികളെ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ കുടുംബങ്ങളിലും കാണാം, അതുപോലെ സമൂഹത്തിൽ അയൽപക്ക ബന്ധങ്ങളിൽ കാണാം. എന്നാൽ ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഒന്ന് പരിഹരിക്കുക എന്ന് പറയുന്നത് ഇന്ന് ആളുകൾക്ക് അതിനൊന്നും സമയമില്ല. എന്നാൽ ഇസ്ലാം ഈ വിഷയത്തിൽ വളരെ വ്യക്തമായ രൂപത്തിൽ തന്നെ, കർശനമായ രൂപത്തിൽ തന്നെ നിർദ്ദേശങ്ങൾ നൽകിയതായി കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു സുൽഹ് ഉണ്ടാക്കുക എന്ന് പറയുന്നു. അപ്പൊ രാഷ്ട്രങ്ങൾ തമ്മിലുള്ള സുൽഹും വളരെ പ്രധാനപ്പെട്ടതാണ്. അക്രമം നടക്കുമ്പോൾ അവിടെ ഒരു സുൽഹ് ഉണ്ടാക്കുക എന്നതിന് ഇസ്ലാം പ്രാധാന്യം കൊടുക്കുന്നത് പോലെ തന്നെ വ്യക്തികൾക്കിടയിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിലും ഇസ്ലാം പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. വിശുദ്ധ ഖുർആൻ അത് നമ്മെ സൂറത്ത് ഹുജറാത്തിലൂടെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. വൈൻ ത്വാഇഫതാനി മിനൽ മുഅ്മിനീന, നോക്കൂ, വിശ്വാസികളിൽപ്പെട്ട രണ്ട് വിഭാഗം ആളുകൾ അവർ പരസ്പരം ഇങ്ങനെ പോരടിക്കുകയാണെങ്കിൽ ഫഅസ്ലിഹൂ ബൈനഹുമാ, അവർക്കിടയിൽ ഒരു ഇസ്ലാഹ് നടക്കണം, ഒരു സുൽഹ് ഉണ്ടാക്കണം. ഇത് ഖുർആൻ പറയുന്ന ഒരു സംഗതിയാണ്. അങ്ങനെ നിങ്ങൾ ഇസ്ലാഹ് ഉണ്ടാക്കി വെച്ചോ. വിശ്വാസികളായ രണ്ട് വിഭാഗം ആളുകൾക്കിടയിൽ പ്രശ്നമുണ്ടായി, നിങ്ങൾ സുൽഹ് ഉണ്ടാക്കി. ആ സുൽഹ് ഉണ്ടാക്കിയതിന് ശേഷവും ഒരു വിഭാഗം അതിക്രമം കാണിച്ചു എന്ന് വെക്കുക, അള്ളാന്റെ നിർദ്ദേശത്തിലേക്ക് വരുന്നത് വരെ അവരോട് നീ സമരം ചെയ്യുക എന്ന്. എന്നിട്ട് ഖുർആൻ അവിടെ നിർത്തുകയല്ല, അങ്ങനെ അവര് ആ സുൽഹിലേക്ക് വന്നാൽ അവർക്കിടയിൽ നീ രഞ്ജിപ്പുണ്ടാക്കണം, സുൽഹുണ്ടാക്കണം. എങ്ങനെയാണ് ഈ സുൽഹ് എന്ന് പറയുന്നത്? ഖുർആൻ അതിന്റെ മാനദണ്ഡം പറയുന്നു. അവിടെയൊക്കെ നീതി എന്ന് പറയുന്നത് നിലനിൽക്കണം. നീതിയില്ലാത്ത സുൽഹുകൾ അത് നിലനിൽക്കുന്നതല്ല എന്നാണ് ഈ ഖുർആൻ പറയുന്നത്. നീതിയോടുകൂടി നിങ്ങൾ ആ സുൽഹ് ഉണ്ടാക്കുക. ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖ്സിതീൻ, നീതി പാലിക്കുന്ന ആളുകളെ, നീതിമാന്മാരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നതാണ്. അപ്പൊ ഇസ്ലാഹ് ഉണ്ടാക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യങ്ങളാണ്. രാജ്യങ്ങൾ തമ്മിൽ നടക്കുന്ന യുദ്ധമായിരുന്നാലും, കുടുംബങ്ങൾ നടക്കുന്ന യുദ്ധമായിരുന്നാലും, വ്യക്തികൾ തമ്മിലുള്ള യുദ്ധമായിരുന്നാലും അവിടെയൊക്കെ ഇസ്ലാഹ് വേണം. അത് അത്ര പ്രാധാന്യത്തോടു കൂടി അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയും ചെയ്തു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, അബീദർ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാൻ സാധിച്ചു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലാ ഉഖ്ബിറുക്കും, ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെ, ബി അഫ്ളലി മിൻ ദറജത്തി സിയാമി വസ്സലാത്തി വസ്സദഖത്തി, ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം അറിയിച്ചു തരികയാണ്. ബി അഫ്ളലി മിൻ ദറജത്തി സിയാം വസ്സലാത്ത് വസ്സദഖ, നിങ്ങൾ കൊടുക്കുന്ന സദഖയേക്കാൾ, നിങ്ങൾ നമസ്കരിക്കുന്ന നമസ്കാരത്തെക്കാൾ, നിങ്ങൾ നോറ്റുവീട്ടിയിട്ടുള്ള നോമ്പിനേക്കാൾ പ്രതിഫലമുള്ള, പദവിയുള്ള ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ. അപ്പൊ സഹാബികള് കാലു അവർ പറഞ്ഞു, പലായ റസൂലുള്ളാഹ്, അതെ റസൂലേ. ഖാല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇസ്ലാഹു ദാത്തുൽ ബൈൻ, രണ്ട്
കക്ഷികൾക്കിടയിൽ ഇസ്ലാഹ് ഉണ്ടാക്കുക എന്നതാണ്. രണ്ട് കക്ഷികൾക്കിടയിൽ, ആ കക്ഷികൾ വ്യക്തികളാവട്ടെ, കുടുംബങ്ങളാവട്ടെ, അയൽപക്കങ്ങളാവട്ടെ, രാജ്യങ്ങളാകട്ടെ, ആരായിരുന്നാലും അവർക്കിടയിൽ ഇസ്ലാഹ് ഉണ്ടാക്കുക എന്നത് നിങ്ങൾ ചെയ്യുന്ന ഈ പുണ്യകർമ്മങ്ങളെക്കാളൊക്കെ അല്ലാഹ് ദറജ നൽകുന്ന ഒരു സാധനമാണ് എന്ന്. ഫഇന്ന ഫസാദ് ദാത്തുൽ ബൈൻ, രണ്ട് വിഭാഗങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടായാൽ, തർക്കങ്ങളും കുതന്ത്രങ്ങളുമായി അവരിങ്ങനെ നീങ്ങുകയാണ് എങ്കിൽ അത് ഫസാദാണ്. ആ ഫസാദ് ഹിയ അൽ ഹാലികത്ത്, നിങ്ങളെ ഒന്നിച്ച് നിങ്ങളെ നാടിനെയോ സമൂഹത്തെയോ ഒക്കെ മുണ്ടനം ചെയ്ത് കളയും. അപ്പൊ റസൂലുള്ളാഹി എത്ര പ്രാധാന്യത്തോടു കൂടിയാണ് ഈ സുലഹിനെ കുറിച്ച് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. മറ്റൊരിക്കൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഫ്ളലുസ് സദഖ, ഏറ്റവും നല്ലൊരു സദഖ എന്ന് പറയുന്നത് എന്താ? കുറെ പണം കൊടുക്കുക എന്നതല്ല. ഇസ്ലാഹു ദാത്തുൽ ബൈൻ, രണ്ട് കക്ഷികൾക്കിടയിൽ ഇസ്ലാഹ് ഉണ്ടാക്കുക എന്നതാണ്. അപ്പൊ ഇസ്ലാം നിർദ്ദേശിച്ച സുൽഹിന്റെ ഒരുപാട് മാനദണ്ഡങ്ങളുണ്ട്. അതിലൊന്ന് നീതിയോടുകൂടിയായിരിക്കണം. രണ്ട്, സത്യങ്ങൾ നിഷേധിച്ചുകൊണ്ടുള്ള ഒരു സുൽഹല്ല. ബാത്തിലായ കാര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന രൂപത്തിലും ആവാൻ പാടില്ല സുൽഹ് എന്ന് പറയുന്നത്. നമ്മളുടെ സംസാരങ്ങളെ കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട്. നമ്മളൊക്കെ ജീവിതത്തിൽ ഒരുപാട് സംസാരിക്കുന്നവരാണ്. സംസാരിക്കാത്തവരായി വളരെ കുറച്ചേ ഉണ്ടാവും. നമ്മൾ ആലോചിച്ചപ്പോൾ നമ്മുടെ സംസാരങ്ങൾ എവിടേക്കൊക്കെ പോകുന്നുണ്ട് എന്ന്. എന്നാൽ അള്ളാഹു നമ്മളോട് പറയുന്നു, ലാ ഖൈറ ഫീ കസീറിൻ മിൻ നജ്വാഹും, നിങ്ങൾ ഈ ഗൂഢമായി സംസാരിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങൾ ഈ അടക്കം പറയുന്ന നിങ്ങളുടെ ഒരുപാട് സംസാരങ്ങൾ ഉണ്ടല്ലോ, അതിലൊരു ഖൈറുമില്ല. ഇല്ലാ മൻ അമറ ബിസ്സദഖ ഔ മഅറൂഫ് ഔ ഇസ്ലാഹ് ബൈനൻ നാസ്. ആ സംസാരങ്ങളിൽ എന്തെങ്കിലും ഒരു സദഖയെ കുറിച്ചുള്ള സംസാരമാണ് എങ്കിൽ, ഔ മഅറൂഫ്, അല്ലെങ്കിൽ എന്തെങ്കിലും നല്ല കാര്യങ്ങളെ കുറിച്ചുള്ള സംസാരമാണ് എങ്കിൽ, ഔ ഇസ്ലാഹു ബൈനൻ നാസ്, അല്ലെങ്കിൽ ജനങ്ങൾക്കിടയിലുള്ള ഒരു ഇസ്ലാഹ്, ഒരു രഞ്ജിപ്പുണ്ടാക്കുന്നതിനെ കുറിച്ചുള്ള സംസാരങ്ങളാണ് എങ്കിൽ, അങ്ങനെ ആരെങ്കിലും ചെയ്താൽ അള്ളാഹ് ഒരുപാട് പ്രതിഫലം അവന് നൽകും. അള്ളാഹ് ഒരുപാട് തൃപ്തി നിങ്ങൾക്ക് ഉണ്ടാകും. അപ്പോ സുൽഹ് എന്ന് പറയുന്നത് മുസ്ലിങ്ങളും തമ്മിൽ സുൽഹ് ഉണ്ടാക്കാം. മുസ്ലിങ്ങളും അമുസ്ലിങ്ങളും തമ്മിലുള്ള വിഷയത്തിൽ സുൽഹ് ഉണ്ടാക്കാം. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകും. ഇസ്ലാമിക ചരിത്രത്തിൽ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രത്തിൽ വലിയ സുൽഹിന്റെ മാതൃകകൾ നമുക്ക് കാണാൻ സാധിക്കും. ആ സുൽഹുകളൊക്കെ ഒരുപാട് ഇസ്ലാമിക വിജയത്തിന് നിദാനമായിട്ടുണ്ട് എന്ന് നമുക്ക് ചരിത്രത്തിൽ വായിക്കാൻ സാധിക്കും. ഹുദൈബിയ സന്ധി ഒരു വലിയ സുൽഹായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ നിന്ന് മദീനയിലേക്ക് തന്റെ വീടും കുടുംബവും ഇഷ്ടപ്പെട്ടവരെയും ഒക്കെ വിട്ടിട്ട് യാത്ര പോയിട്ട് 6 വർഷം കഴിഞ്ഞു മദീനയിൽ താമസിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വപ്നം കാണുകയാണ്. പ്രവാചകന്മാരുടെ സ്വപ്നം എന്ന് പറയുന്നത് സാധാരണ ആളുകൾ കാണുന്നത് പോലെയുള്ള സ്വപ്നമല്ല. റസൂലുള്ളാഹി സ്വപ്നം കാണുന്നു. റസൂലുള്ളാഹിയും അനുയായികളും മക്കയിൽ പോയി ഉംറ ചെയ്ത് തിരിച്ചു വരുന്നത് റസൂലുള്ളാഹി സ്വപ്നം കാണുകയാണ്. ഈ വാർത്ത റസൂലുള്ളാഹി സഹാബികളെ അറിയിച്ചു മദീനയിലുള്ള. അപ്പൊ എല്ലാവരും ഉംറയ്ക്ക് വേണ്ടി തയ്യാറെടുത്തു. ഹിജ്റ 6-ാം വർഷം അങ്ങനെ പുറപ്പെടുകയാണ്. ഉംറയ്ക്ക് വേണ്ടി ബലിയെടുക്കാനുള്ള 70ഓളം ഒട്ടകങ്ങൾ, അങ്ങനെ എല്ലാം സജ്ജമാക്കിയിട്ടാണ് ഉംറയ്ക്ക് വേണ്ടി അവർ പോകുന്നത്. അവിടെ എത്തിയപ്പോ എത്താൻ നേരത്ത് ഖുറൈശികള് മനസ്സിലാക്കിയത് ഇവര് ഖുറൈശികളെ ആക്രമിക്കാൻ വേണ്ടി വരികയാണ്. അതുകൊണ്ട് വഴിയിൽ വെച്ച് തടയുകയാണ് ഈ സംഘത്തെ. എന്നിട്ട് തടഞ്ഞിട്ട് അവസാനം ഒരുപാട് സന്ധി സംഭാഷണങ്ങൾ നടക്കുകയാണ്. ആ സന്ധി സംഭാഷണങ്ങൾ ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ സാധിക്കുന്നുണ്ട്. അതിലൊന്ന്, നമുക്കിടയിൽ ഈ 10 വർഷത്തേക്ക് യുദ്ധം പാടില്ല. 10
വർഷത്തേക്ക് യുദ്ധം ചെയ്യാൻ പാടില്ല. മുസ്ലിങ്ങളും ഖുറൈശികളുമായി 10 വർഷത്തേക്ക് ഇനി യുദ്ധമില്ല. ഒരു കരാറാണ് അത്. രണ്ടാമത്തെ കരാറ്, ഖുറൈശികളിൽ നിന്ന് ആരെങ്കിലും ഇസ്ലാമിലേക്ക് വന്നാൽ അവരെ തിരിച്ചയക്കണം. ഇനി മുസ്ലിങ്ങളിൽപ്പെട്ട ഒരാള് ഖുറൈശികളിലേക്ക് അവരുടെ വിശ്വാസം മാറിയാൽ അവരെ ഖുറൈശികളിലേക്ക് തന്നെ തിരിച്ചയക്കണം. പ്രത്യക്ഷത്തിൽ ഇത് മുസ്ലിങ്ങൾക്ക് വിരുദ്ധമായ ഒരു കരാറായി തോന്നാം. പക്ഷെ റസൂലുള്ളാഹി അംഗീകരിച്ചു. ഒരാൾ മുസ്ലിമായിട്ട് ഖുറൈശികളിൽ നിന്ന് മുസ്ലിങ്ങളുടെ അടുത്തേക്ക് വന്നാൽ അവരെ തിരിച്ച് മുസ്ലിങ്ങളിൽ പെടുത്താതെ ഖുറൈശികളുടെ അടുത്തേക്ക് തിരിച്ചയക്കണം. പിന്നീട് പറഞ്ഞു, നിങ്ങൾ ഉംറ നിർവഹിക്കാതെ നിങ്ങൾ തിരിച്ചു പോകണം. ഇപ്പൊ നിങ്ങൾക്ക് ഉംറ നിർവഹിക്കാൻ കഴിയും, നിങ്ങൾ തിരിച്ചു പോകണം. റസൂലുള്ളാഹി ഈ ഒരു സന്ധിയിൽ അങ്ങ് ഒപ്പുവെക്കുകയാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സന്ധിയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒപ്പുവെച്ചത്? നമ്മൾ വളരെ ദീർഘവീക്ഷണത്തോടു കൂടി കാണേണ്ട ഒരുപാട് സംഗതികളുണ്ട്. ഒരു നാട്ടിൽ കലാപമുണ്ടാക്കുകയോ യുദ്ധമുണ്ടാക്കുകയോ ആളുകളെ കൊല്ലുകയോ നശിപ്പിക്കുകയോ ചെയ്യുന്നതിനേക്കാൾ ചില വിട്ടുവീഴ്ചകളും ചില സന്ധികളുമാണ് ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നത്. സഹാബികളിൽ പലരും ഇത് അംഗീകരിക്കാൻ കഴിഞ്ഞില്ല. ഉമർ ഇബ്നുൽ ഖത്താബിനെ പോലെയുള്ള ആളുകൾ റസൂലുള്ളാഹിയോട് ചോദിച്ചു, റസൂലേ, ഇത് മുസ്ലിങ്ങൾക്കെതിരെയുള്ള ഒരു കരാറല്ലേ? റസൂലുള്ളാഹി പറഞ്ഞു, ഈ സന്ധിയിൽ നമ്മൾ ഒപ്പുവെക്കുക. അങ്ങനെ മുസ്ലിങ്ങൾ തിരിച്ചു പോകുന്നു. പക്ഷെ ഈ സന്ധി കൊണ്ട് മുസ്ലിങ്ങൾക്ക് എന്ത് നേട്ടമുണ്ടായി എന്ന് ചരിത്രം ഇങ്ങനെ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. ഒന്ന്, മുസ്ലിങ്ങളുടെ അസ്തിത്വം ഖുറൈശികൾ അംഗീകരിച്ചു എന്നതാണ്. നമ്മള് ഫലസ്തീനിൽ വെടിനിർത്തലും കരാറുകളൊക്കെ ഉണ്ടായപ്പോ അവരെ അംഗീകരിച്ചല്ലോ. അവരൊരു രാജ്യമാണ് എന്ന് അംഗീകരിച്ചല്ലോ. അവരും ഈ നാട്ടിലുള്ള മനുഷ്യന്മാരാണ് എന്നൊരു അംഗീകാരം ഉണ്ടായല്ലോ. അതുപോലെ തന്നെ ഈ ഒരു ഹുദൈബിയ സന്ധിയോടുകൂടി ഇസ്ലാമിക ചരിത്രത്തിൽ ഉണ്ടായത് മുസ്ലിം അസ്തിത്വം ഖുറൈശികൾ അംഗീകരിച്ചു. തുല്യ ശക്തികളാണെങ്കിൽ മാത്രമാണല്ലോ ഒരാളുടെ അസ്തിത്വം അംഗീകരിക്കുക. അത് മുസ്ലിങ്ങൾക്ക് വലിയ നേട്ടമായി മാറി. രണ്ട്, സന്ധി മൂലം ശാന്തമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കപ്പെട്ടു മദീനയിലും മുസ്ലിങ്ങൾക്കിടയിൽ. അത് എല്ലാ സന്ധി സംഭാഷണങ്ങളും നമുക്ക് കാണാൻ സാധിക്കുന്നു. വെടി നിർത്തലായിരുന്നാൽ അതിലുള്ള ചതിയുണ്ടോ വഞ്ചനയുണ്ടോ വേറെ കാര്യം. കരാറുകൾ എന്ന് പറയുന്നത് അത് പാലിക്കപ്പെടേണ്ടതാണ് എന്നാണ് ഖുർആൻ പറയുന്നത്. കരാറുകൾ നിങ്ങൾ പാലിക്കുക. ഇന്നൽ അഹദ കാന മസ്ഊല, നിങ്ങൾ നൽകിയിട്ടുള്ള കരാറ് നാളെ അല്ലാഹ് ചോദ്യം ചെയ്യപ്പെടും. അതുകൊണ്ട് കരാറ് വെച്ചുകൊണ്ട് ഒരു സന്ധി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ, ഒരു സുൽഹ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് പാലിക്കണം. അപ്പൊ മുസ്ലിങ്ങൾക്ക് അതുകൊണ്ടുണ്ടായ ഒരു നേട്ടമാണ്. അത് ഒരു ശാന്തമായ അന്തരീക്ഷം ഉണ്ടായി. ആ ശാന്തമായ അന്തരീക്ഷം മുസ്ലിങ്ങൾ കൂടുതൽ ഉപയോഗിച്ചത് പ്രബോധനത്തിനാണ്. അവരുടെ പ്രബോധനം വ്യാപിപ്പിക്കാൻ മുസ്ലിങ്ങൾക്ക് സാധിച്ചു. കാരണം എന്താ? ശത്രുക്കളുടെ ആക്രമണം ഉണ്ടാവില്ല, കുതന്ത്രം ഉണ്ടാവില്ല. ഉള്ള സമയം ദഅവത്തിന് വേണ്ടി വിനിയോഗിക്കാൻ സാധിച്ചു. ഇനി ഹുദൈബിയ സന്ധി മുതൽ മക്ക വിജയം വരെ നമ്മൾ ചരിത്രത്തിൽ ഇങ്ങനെ പരിശോധിച്ചു നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. ഏറ്റവും കൂടുതൽ ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഹുദൈബിയ സന്ധി മുതൽ മക്കം ഫത്ഹ് വരെയുള്ള കാലഘട്ടത്തിലായിരുന്നു എന്ന് കാണാൻ സാധിക്കും. കാരണം എന്താ? മുസ്ലിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ല. അവർ ദഅവത്ത് തന്നെയാണ്, ഇസ്ലാമിനെ പരിചയപ്പെടുത്തുകയാണ്. പിന്നെയും ഉണ്ടായി ഗുണങ്ങൾ. ഈ കാലഘട്ടത്തിലാണ് ഇസ്ലാമിനെ എതിർത്ത ഒരുപാട് ആളുകളുണ്ട്. ഇസ്ലാമിനെ ഇങ്ങനെ എതിർത്ത് ഇസ്ലാമിനെതിരെ യുദ്ധം ചെയ്ത് പട നയിച്ച പടനായകന്മാരായ പ്രഗത്ഭരായ ആളുകൾ ആരൊക്കെയാണത്? ഖാലിദ് ബിൻ വലീദ്, അംർ ബിൻ ആസ്, ഉസ്മാൻ ബിൻ തൽഹ, ഇങ്ങനെ തുടങ്ങിയ പ്രമുഖരായ പടയാളികൾ ഇസ്ലാം സ്വീകരിച്ച് ഇസ്ലാമിലേക്ക് കൊണ്ടുവന്നു. പിന്നെ പ്രത്യക്ഷത്തിൽ മുസ്ലിങ്ങൾക്ക് ദോഷമെന്ന് തോന്നിച്ചിരുന്ന ആരെങ്കിലും ഖുറൈശികളുടെ ഭാഗത്ത് നിന്ന് ഇസ്ലാമിലേക്ക് വന്നാൽ അവരെ
വീണ്ടും ഖുറൈശികളിലേക്ക് തന്നെ തിരിച്ചയക്കണമെന്ന നിബന്ധന അത് മുസ്ലിങ്ങൾക്ക് നേട്ടമായി മാറി. കാരണം അവർ ഇസ്ലാം ആയപ്പോ അവിടെ ഖുറൈശികൾക്കിടയിൽ ഇസ്ലാം പ്രചരിപ്പിക്കാൻ തുടങ്ങി, ഇസ്ലാമിന്റെ സന്ദേശങ്ങൾ പറയാൻ തുടങ്ങി. അത് ഖുറൈശികൾക്ക് ആ കരാറിൽ വലിയ തലവേദനയായി മാറി. പലപ്പോഴും അവരത് ലംഘിക്കാൻ തന്നെ തീരുമാനിച്ചു. ഇവരെ തിരിച്ച് മദീനയിലേക്ക് തന്നെ തിരിച്ചയക്കുകയാണ്, ഇവരെ കൊണ്ടൊരു ശല്യാണ് എന്ന രൂപത്തിൽ. അപ്പൊ ഈ കരാറുകളൊക്കെ പ്രത്യക്ഷത്തിൽ മുസ്ലിങ്ങൾക്ക് ദോഷമായി തോന്നിയെങ്കിലും അത് മുസ്ലിങ്ങൾക്ക് അനുകൂലമായി മാറി എന്നതാണ് ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ സാധിക്കുന്നത്. അപ്പൊ ഞാൻ ഇത്രയും സൂചിപ്പിച്ചത് ഇതിന് ഖുർആൻ തന്നെ പറഞ്ഞു, അവസാനം ഈ കരാർ ഒരാൾ 2 കരാറുണ്ടാക്കിയാൽ ആ കരാറിൽ തന്നെ പോകണം. 10 വർഷത്തേക്കാണ് കരാറിലെങ്കിൽ ആ 10 വർഷം കരാറുമായി. കരാർ ലംഘിച്ചാൽ മാത്രമാണ് അതിനുള്ള പരിഹാരമായിട്ട് ഇസ്ലാം കാര്യങ്ങൾ നിർദ്ദേശിച്ചുള്ളത്. ഖുറൈശികൾ ലംഘിച്ചു, അവര് കരാർ ലംഘിച്ചു. ആ കരാർ ലംഘിച്ചതിന് ശേഷമാണ് മക്കം ഫതഹ് ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത് ഇന്നാ ഫതഹ്നാ ലക ഫതഹൻ മുബീന, മക്ക മുഴുവൻ അങ്ങ് ജയിച്ചടക്കാൻ സാധിച്ചു ആ കരാർ അവർ ലംഘിച്ചതുകൊണ്ട്. അപ്പൊ ചുരുക്കത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇസ്ലാം സുൽഹ് എന്നൊക്കെ പറയുന്നത് മനുഷ്യന്മാർ തമ്മിൽ തെറ്റി നിൽക്കാൻ പാടില്ല, കുടുംബങ്ങൾ തമ്മിൽ തെറ്റി നിൽക്കാൻ പാടില്ല, അയൽപക്കക്കാർ തമ്മിൽ തെറ്റി നിൽക്കാൻ പാടില്ല, രാഷ്ട്രങ്ങൾ തമ്മിൽ തെറ്റി നിൽക്കാൻ പാടില്ല. അവിടെയൊക്കെ ഇസ്ലാം നിർദ്ദേശിക്കുന്ന ഒരു സംഗതിയാണ് സുൽഹ് ഉണ്ടാക്കുക എന്നത്. ഇന്ന് സുൽഹ് ഉണ്ടാക്കാൻ എല്ലാ മഹല്ലുകളിലും മസ്ലഹ കമ്മിറ്റികളൊക്കെ ഉണ്ടാകും. ഇപ്പൊ അതൊന്നും പ്രവർത്തിക്കുന്നില്ല, കാരണം ആർക്കും സമയമില്ല, എല്ലാവർക്കും തിരക്കാണ്. മാത്രമല്ല തെറ്റിക്കോട്ടെ, ഓന്റെ കാര്യം കൊണ്ടല്ല തെറ്റിയത്. നല്ല സുഹൃത്തുക്കൾ തെറ്റിയപ്പോ ആളുകൾ പറയും ഓല് ഭയങ്കര സുഹൃത്തുക്കളായി, ഇപ്പൊ തെറ്റി, ഇപ്പൊ എന്തായി എന്നാ ചോദ്യം. ഖുർആൻ നമ്മളോട് പറയുന്ന അതല്ല. തെറ്റിയാല് അതിലൊരു സുൽഹ് ഉണ്ടാക്കണം. മനുഷ്യന്മാർ തെറ്റി നിന്നാൽ നാട്ടിൽ ഫസാദ് ഉണ്ടാവുന്നതാണ് ഖുർആൻ പറയുന്നത്. അയൽപക്കക്കാർ തെറ്റിന്നാലും ഫസാദ് ഉണ്ടാവും, കുടുംബങ്ങൾ തെറ്റിയാലും ഫസാദ് ഉണ്ടാവും, രാജ്യങ്ങൾ തെറ്റിയാലും ഫസാദ് ഉണ്ടാവും. ഇസ്ലാം അത് അംഗീകരിക്കുന്നില്ല. അതുകൊണ്ട് സുൽഹ് എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. പരസ്പരം ആളുകൾക്കിടയിൽ ഇസ്ലാഹ് ഉണ്ടാക്കുക എന്നത് ഒരു വലിയ നന്മയായിട്ടാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ആ രൂപത്തിൽ സമൂഹത്തിൽ ഇസ്ലാഹ് നിലനിൽക്കുന്ന ഒരു സമൂഹമായി അല്ലാഹു നമ്മെ നിലനിർത്തുകയും നല്ല പരസ്പരം സ്നേഹിക്കുകയും സഹകരിക്കുകയും ചെയ്യുന്ന ഒരു ഉത്തമ സമൂഹമായി അല്ലാഹു നിലനിർത്തുകയും ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. മുസ്ലിം സഹോദരങ്ങളെ, സഹോദരികളെ, സർവശക്തനായ അല്ലാഹുവിന്റെ വിധി വിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും എത്തിച്ചുകൊണ്ട് യഥാർത്ഥ വിശ്വാസികളുമായി ജീവിക്കണമേ എന്ന് കൂടി എന്നോടെന്ന പോലെ ഒരുപാട് ആളുകൾ പലതരത്തിലുള്ള പ്രയാസങ്ങൾ അവർ പ്രാർത്ഥിക്കാൻ വേണ്ടി പ്രത്യേകമായി സ്വീകരിച്ചിട്ടുണ്ട്. അല്ലാഹു അവരുടെ പ്രയാസങ്ങൾ ദൂരീകരിച്ച് അവർക്ക് ശാന്തിയും സമാധാനവും സൗഖ്യവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ ദിവസം നമ്മളിൽ നിന്ന് ഇവിടെ പറയുന്ന കാട്ടിൽ പ്രയാസക്കാർ കുറെ മാസങ്ങളോളമായി അസുഖമായി കിടപ്പിലായി. അദ്ദേഹം കഴിഞ്ഞ ദിവസം വിട്ടുപിരിഞ്ഞു. അല്ലാഹു അദ്ദേഹത്തിന്റെ ഖബറുടെ വിശാലമാക്കുകയും സ്വർഗ്ഗം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ വിയോഗത്തിൽ കുടുംബത്തിനുണ്ടായ പ്രയാസങ്ങൾ അല്ലാഹു ദൂരീകരിക്കുകയും അവരുടെ മനസ്സിന് അല്ലാഹു ശാന്തിയും സമാധാനവും നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. പിന്നെ മറ്റൊരു കാര്യം പ്രധാനമായി സൂചിപ്പിക്കാനുള്ളത്, കൊയിലാണ്ടിയിൽ വെച്ച് നമ്മളുടെ വനിതകൾക്കും പെൺകുട്ടികൾക്കുമായി ഒരു പ്രത്യേക സമ്മേളനം നടക്കുന്നുണ്ട്. ഈ കാലഘട്ടത്തിൽ വനിതകൾക്കും കുട്ടികൾക്കൊക്കെ ഉത്ബോധനവും ക്ലാസുകളും ഒക്കെ കാലഘട്ടത്തിന്റെ ഒരു ആവശ്യം കൂടിയാണ്. ഒരുപാട് സാമ്പത്തിക ചെലവുള്ള ഒരു പരിപാടിയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് ജുമാക്ക് ശേഷം അതിനുള്ള പ്രത്യേകമായ ഒരു കളക്ഷൻ എടുക്കുന്നുണ്ട്. എല്ലാവരും അതിൽ സഹായിക്കാൻ ഓർമ്മപ്പെടുത്തുന്നു. നമ്മുടെ എല്ലാ സുഹൃത്തുക്കളും അല്ലാഹു സ്വീകരിക്കുകയും തക്കതായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. നമ്മുടെ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ, കഷ്ടപ്പെടുന്നവർ, ദുരിതം അനുഭവിക്കുന്നവർ അവർക്കെല്ലാം അല്ലാഹു ശിഫ നൽകുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم لا تجعلنا مع القوم الظالمين. اللهم لا تجعلنا فتنة للقوم الظالمين. اللهم
أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين.